ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിക്ക് കീഴിലുള്ള ബ്രസീലിന്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൊറിന്ത്യൻസിന്റെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ബ്രസീൽ ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നത്. രണ്ടാമത്തെ ട്രെയിനിങ് സെഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഫുൾ സ്ക്വാഡിനെ അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു. അങ്ങനെ ഈ ട്രെയിനിങ് സെഷനിൽ 11മായി ബന്ധപ്പെട്ട ചില സൂചനകൾ കാർലോ ആഞ്ചലോട്ടി നൽകിയിട്ടുണ്ട്. പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് റെഡ്യൂസ്ഡ് പിച്ചിൽ ഫസ്റ്റ് ബോൾ ആക്ടിവിറ്റിയാണ് ഇന്ന് പ്രധാനമായും നടത്തിയിട്ടുള്ളത്. 11 ഔട്ട്ഫീൽഡ് താരങ്ങളെ വെച്ചുകൊണ്ടുള്ള ഒരു കളിശൈലിയാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതായത് ഗോൾ കീപ്പറെ കൂടാതെ 11 താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ 11 താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ആലിസൺ ബക്കറാണ് ഉണ്ടാവുക. കൂടാതെ വാൻഡേഴ്സൺ, ഡാനിലോ, അതുപോലെ തന്നെ അലക്സാൻഡ്രോ എന്നിവർ അവിടെയുണ്ട്. ഈ 3 പേരും വിങ് ബാക്കുമാരാണ്. നമുക്കറിയാം വാൻഡേഴ്സൺ റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ്. ഡാനിലോയും അതുപോലെ തന്നെ അലക്സാൻഡ്രോയും നമുക്ക് പരിചയമുള്ള താരങ്ങളാണ്. അതുപോലെ തന്നെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മാർക്കിഞ്ഞോസും അതുപോലെ തന്നെ അലക്സാൻഡ്രോയും ഉണ്ട്. ഈ അലക്സാൻഡ്രോ ലില്ലിക്ക് വേണ്ടി കളിക്കുന്ന താരമാണ്. അതായത് സെൻട്രൽ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് ഈ അലക്സാൻഡ്രോ. 2 അലക്സാൻഡ്രോമാർ ഇപ്പോൾ ബ്രസീലിയൻ ടീമിലുണ്ട്. അങ്ങനെ 5 പ്രതിരോധ നിര താരങ്ങൾ അവിടെയുണ്ട്. ഇനി മധ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാസെമിറോയെ കാർലോ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രയെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ട്രാസ്ബർഗിന് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന ആൻഡ്രെ സാന്റോസിനെ കൂടി ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മുന്നേറ്റ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എസ്റ്റവായോ, വില്യൻ, വിനീഷ്യസ് ജൂനിയർ, റിച്ചാർലിസൺ എന്നിങ്ങനെയാണ് വരുന്നത്. റഫീഞ്ഞക്ക് സസ്പെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 11ൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ആകെ 12 താരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കളിശൈലിയാണ്, കളിരീതിയാണ് ആഞ്ചലോട്ടി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറെക്കുറെ 11ൽ ഈ താരങ്ങൾ തന്നെയായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരു ആദ്യത്തെ ക്ലൂ അല്ലെങ്കിൽ ആദ്യത്തെ സൂചന എന്ന രൂപത്തിലാണ് നമുക്ക് ഈ ഒരു താരങ്ങളെ പരിഗണിക്കാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.